വെൽക്കം ബാക്ക് ടു AR ട്രാവലർ. എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളെ ഡ്രോൺ ഷൂട്ട് നിങ്ങളൊക്കെ കുറേ കാലമായിട്ട് ആവശ്യപ്പെട്ട ആ ഒരു ആവശ്യാനുസരണം നമ്മൾ 2-3 ഡ്രോൺ ഷൂട്ട് വീഡിയോ ചെയ്തു. അടുത്തൊരു ഡ്രോൺ ഷൂട്ട് കൂടി നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ വ്യൂസൊക്കെ നമ്മൾ പ്രതീക്ഷിച്ച അത്ര വ്യൂസൊന്നും ലഭിച്ചിട്ടില്ല. കാരണം നമ്മൾ ഒരുപാട് എഫേർട്ട് എടുത്തിട്ട്, സത്യം പറയുകയാണെങ്കിൽ പൈസ കൊടുത്തിട്ട് മേടിച്ചതല്ല, എന്നാലും വാടകയ്ക്ക് എടുത്തതുപോലെ നമ്മൾ പൈസ കൊടുത്തിട്ട് വീഡിയോ ചെയ്യിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് എന്തായാലും കിട്ടേണ്ടതുണ്ട്. കിട്ടിയില്ലെങ്കിൽ വലിയ നഷ്ടമാകും. പിന്നെ നമ്മൾ പഴയ അതിനകത്ത് തന്നെ തിരിയേണ്ടി വരും. പഴയ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന ആ ഒരു പാറ്റേൺ തന്നെ, ആ ഒരു സിസ്റ്റം തന്നെ നമ്മൾ ഉപയോഗിക്കേണ്ടി വരും, മറ്റൊന്നുമല്ല. അപ്പോൾ നമുക്ക് അതുകൊണ്ട് തന്നെ നിങ്ങൾ പരമാവധി ഒന്നും ചെയ്യേണ്ടത്, ജസ്റ്റ് പരമാവധി നിങ്ങൾക്കുണ്ടാകുന്നത്ര രീതിയിൽ സപ്പോർട്ട് ചെയ്യുക. പിന്നെ വീഡിയോ നിങ്ങൾ പരമാവധി നിങ്ങൾ ബന്ധപ്പെട്ട ഗ്രൂപ്പുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് വൈറലാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്, ആ ഗ്രൂപ്പുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി മാത്രം ശ്രമിക്കുക എന്ന് മാത്രം പറഞ്ഞിട്ട് അധികം വലിച്ചിട്ടില്ല. നമ്മളിന്ന് മൂരാട് മുതൽ പയ്യോളി വരെയുള്ള ദേശീയപാതയിലെ വീഡിയോ ആണ് എടുക്കുന്നത്. പറ്റുമെങ്കിൽ അത് നമ്മൾ നന്ദി വരെ എക്സ്റ്റെൻഡ് ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. അപ്പോൾ നമ്മൾ മൂരാട് ഭാഗത്തൊക്കെ നല്ല രീതിയിൽ ദേശീയപാതയിൽ മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ അധികം വലിച്ചിട്ടില്ല, നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോകണം. അപ്പോൾ നമ്മൾ ഓയിൽ മില്ല് കഴിഞ്ഞിട്ടുള്ള പ്രദേശത്താണുള്ളത്. ഓയിൽ മില്ല് അണ്ടർ പാസേജിന്റെ ഭാഗത്ത്. ഇപ്പോൾ ഓയിൽ മില്ല് അണ്ടർ പാസേജിന്റെ ഭാഗത്ത് കുറച്ച് ഏതാണ്ട് ആഴ്ചകളായി ഇരു സൈഡിലൂടെയും സർവീസ് റോഡിലൂടെയുമാണ് വാഹനങ്ങൾ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വൺ സൈഡിൽ മൂരാട് പാലത്തിനോട് ചേർന്നുള്ള ഭാഗത്ത് അണ്ടർ പാസേജിന്റെ അപ്രോച്ച് റോഡിന്റെ വർക്ക്, അവിടെ മണ്ണ് ലെവലിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി അതിന്റെ മുകളിൽ താറിംഗ് ആണ് ചെയ്യാനുള്ളത്. ഇപ്പോൾ ലെവലിംഗ് കഴിഞ്ഞിട്ട് ഒരാഴ്ചയായി, ജസ്റ്റ് താറിയാനുള്ള വർക്കാണുള്ളത്. പക്ഷേ താറിംഗ് ഇതുവരെ വാഗാട് ചെയ്തിട്ടില്ല. എന്താണെന്നറിയില്ല, താറ് ചെയ്യാൻ വാഗാടിന് കുറച്ച് മടിയാൻ തോന്നുന്നു. നെഗറ്റീവ് അറിയില്ല. കാരണം പിന്നെ ഈ ഭാഗത്ത് കുറേ ആയിട്ട് വാഗാട് ഇങ്ങനെ ഉരുട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമാണ് അണ്ടർ പാസേജ്. നമ്മുടെ മൂരാട് പാലത്തിൽ ട്രാഫിക് ബ്ലോക്കിന് ശേഷം ആ ട്രാഫിക് ബ്ലോക്ക് ഇങ്ങോട്ടേക്ക് മാറ്റിയിട്ടുണ്ടോ എന്ന് നമ്മൾ ചിലപ്പോൾ തോന്നിപ്പോവാണ്. കാരണം സർവീസ് റോഡിലൂടെ അങ്ങേയറ്റം ചുരുങ്ങിയത്, രണ്ട് സൈഡിലും സർവീസ് റോഡ്, അതോടൊപ്പം തന്നെ പൊട്ടിപ്പൊളിഞ്ഞതുമാണ് സർവീസ് റോഡ്. അപ്പോൾ ഈ ഒരു ഭാഗത്തിന് താറിങ്ങിന്റെ വർക്കാണ് ഇപ്പോൾ നടക്കാൻ ബാക്കിയുള്ളത്. നമ്മൾ കോട്ടക്കൽ, കുഞ്ഞാലി മരക്കാർ, അതോടൊപ്പം തന്നെ വിരിങ്ങൽ ക്രാഫ്റ്റ് വില്ല, ഈ ഒരു ഭാഗത്തേക്ക് പോകുന്ന അണ്ടർ പാസേജ് ആണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് അപ്രോച്ച് റോഡിന്റെ വയ്യോളി ഭാഗത്തേക്ക് പോകുമ്പോൾ ഈ അപ്രോച്ച് റോഡിന്റെ വർക്ക് നടക്കാൻ ഒരു സൈഡിൽ സർവീസ് റോഡിന്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ നടുവിൽ കാണുന്ന ഇരുമ്പ് വരിവെച്ച് പോലെയുള്ള ഈ ലൈന് പഴയ ദേശീയപാതയാണ്. ആ പഴയ ദേശീയപാതയിലൂടെയാണ് വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ ഇവിടെ മണ്ണിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മണ്ണിട്ട് ഈ ഒരു പ്രദേശത്ത് അവിടെ നേരത്തെ വാഗാട് മണ്ണ് എടുത്തതായിരുന്നു, പിന്നെയും അവിടെ കൊണ്ടുപോയിട്ട് മണ്ണ് അടിച്ചത് എന്താണെന്ന് തിരിഞ്ഞിട്ടില്ല. വാഗാടിന് തന്നെ അലൈൻമെന്റിനകത്ത് വന്ന വ്യത്യാസം പറ്റിയതാണ്, അബദ്ധം പറ്റിയാണെന്ന് അറിയില്ല. അപ്പോൾ ഇരിങ്ങലത്തുള്ള നല്ലൊരു കയറ്റമാണ് ഈ ഒരു പ്രദേശം. ഇതിപ്പോൾ കംപ്ലീറ്റ് ഇടിച്ച് താഴ്ത്തി ലെവലാക്കി പോവാണ്. അപ്പം അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ ഉള്ളത് മാങ്ങൂൽ പാറ എന്ന് പറയുന്നത്, അതായത് ഇരിങ്ങൽ പാറയൊക്കെ ഒരു കാലത്ത് ഒരുപാട് പാറ ഇട്ടൊക്കെ പൊട്ടിച്ചിരുന്ന ഒരു പ്രദേശമാണ് ഈ മാങ്ങൂൽ പാറ എന്ന് പറയുന്ന ഒരു പ്രദേശത്താണ്. ഈ മാങ്ങൂൽ പാറയൊക്കെ 6 വരിയുടെയും താറിങ് ഏകദേശം പൂർത്തിയായിട്ട് 1.5 വർഷത്തിന് മുകളിലായി. അപ്പോൾ അതൊക്കെ നേരത്തെ സർവീസ് റോഡിലൂടെയായിരുന്നു വാഹനങ്ങൾ നമ്മൾ 6 വരി പാതയിലായിരുന്നു വാഹനങ്ങൾ പാസ് ചെയ്തിരുന്നത്. ഇപ്പം സർവീസ് റോഡിലൂടെയൊക്കെ മാറ്റിയിട്ടുണ്ട്. സർവീസ് റോഡിലേക്ക് മാറ്റാനുള്ള പ്രധാന കാരണം വെച്ചാൽ ഇപ്പോൾ ഇവിടെ ഗേഡറിന്റെ കോൺക്രീറ്റ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പയ്യോളി മൂരാട് ഭാഗത്ത് ഗേഡറിന്റെ ആവശ്യം, തിക്കോടി വരെയുള്ള പ്രദേശം, നന്ദി വരെയുള്ള പ്രദേശം ഗേഡറിന്റെ ആവശ്യമില്ല. ഇപ്പം ഇവിടെ ഗേഡറുകൾ കോൺക്രീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? സ്വാഭാവികമായിട്ട് ആളുകൾക്ക് സംശയം തോന്നിയേക്കാം. ഈ ഗേഡറുകളൊക്കെ നമ്മളെ വടകര എലിവേറ്റഡ് ഹൈവേക്ക് ആവശ്യമായിട്ടുള്ള ഗേഡറുകളാണ്. ആ ഗേഡറുകളാണ് ഇപ്പോൾ കോൺക്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഇരിങ്ങൽ കുറെ ആയിട്ട് ഇവിടെ ആളുകൾ സമരം ചെയ്തിരുന്നു. ഇരിങ്ങൽ റെയിൽവേ സ്റ്റേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അണ്ടർ പാസേജ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇതിന് മുന്നേ പറഞ്ഞിരുന്നു. ഇവിടെ സമരം ചെയ്യുന്നത് ഇപ്പോൾ അടിസ്ഥാനരഹിതമാണ്. നേരത്തെ DPR നോക്കിയിട്ട് റെയിൽവേ സ്റ്റേഷനാണ്, അണ്ടർ പാസേജ് വേണമെന്നൊക്കെ ഏത് പൊട്ടനും ജനപ്രതിനിധികൾക്ക് നോക്കിയാൽ മനസ്സിലാവുന്ന. പക്ഷെ അന്നേരം ആരും ഒന്നും പറഞ്ഞില്ല. അപ്പോൾ അതിനുശേഷം സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾ, പല ആളുകൾ സമരമൊക്കെ ചെയ്ത് ഇപ്പോൾ അവസാനം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ നമുക്കവിടെ JCB ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. JCB അണ്ടർ പാസേജിന് വേണ്ടിയിട്ട് അവിടെ മണ്ണൊക്കെ മാറ്റുന്നുണ്ട്, താറിയത വാക്ക പൊളിച്ചു. അപ്പം അതേപോലെ തന്നെ നമ്മൾ ഇരിങ്ങൽ പള്ളിയോട് ചേർന്നിട്ടുള്ള പ്രദേശത്തും അണ്ടർ പാസേജ് ഇതേപോലെ 6 വരിയും താറിങ് ചെയ്തതിന് ശേഷം അവിടെ സ്ത്രീകളെയും കുട്ടികളെയും വൃദ്ധന്മാരെയും എല്ലാ ആളുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് സമരം ചെയ്തു. സ്കൂളാണ്, റോഡ് ക്രോസ് ചെയ്യുന്ന പ്രദേശമാണ്, നിർബന്ധമായിട്ട് അണ്ടർ പാസേജ് വേണം പറഞ്ഞിട്ട്. അപ്പോൾ അതിനുശേഷം ആ ഭാഗത്തും അണ്ടർ പാസേജ്. ഇവിടെയൊക്കെ ഒരുപാട് ഗേഡറുകൾ നമ്മളിങ്ങനെ കോൺക്രീറ്റ് ചെയ്ത് വെച്ചത് കാണാൻ സാധിക്കും. അപ്പോൾ വാഗാടിന്റെ വർക്ക് എന്താ ഇവിടെ കാര്യമായിട്ട് നടക്കുന്നതെന്ന് വെച്ചാൽ ഗേഡറുകൾ, വടകര ഭാഗത്തേക്ക് വേണ്ടിയിട്ടുള്ള ഗേഡറുകൾ കോൺക്രീറ്റ് ചെയ്യുന്നു എന്നതാണ്. വടകര ദേശീയപാതയിൽ ഗേഡറുകൾ വെക്കാൻ സ്പേസ് ഇല്ലാത്തത് കൊണ്ടാണ് ഈ ഒരു പ്രദേശത്ത് കോൺക്രീറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ കാണുന്നതാണ് നമ്മളെ ഇരിങ്ങൽ അണ്ടർ പാസേജ്. അയിനിക്കാട് പള്ളിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രദേശത്തുള്ള അണ്ടർ പാസേജ്, ലൈറ്റ് വെഹിക്കിൾ അണ്ടർ പാസേജ് ആണ് ഈ ഒരു പ്രദേശത്ത് വാഗാട് കൊടുത്തിരിക്കുന്നത്. അതായത് നമ്മളെ പയ്യോളി എക്സ്പ്രസ് എന്നൊക്കെ പറയുന്ന നമ്മുടെ സ്പോർട്സ് താരം PT ഉഷയൊക്കെ ഇടപെട്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ നേരത്തെ ആളുകൾ ഒരുപാട് സമരം ചെയ്തു. അതിനുശേഷം PT ഉഷ ഉൾപ്പെടെയുള്ള ആളുകൾ ഇടപെട്ടതിന് ശേഷമാണ് ലൈറ്റ് വെഹിക്കിൾ അണ്ടർ പാസേജ് ഈ ഒരു പ്രദേശത്ത് വാഗാട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ലൈറ്റ് വെഹിക്കിൾ അണ്ടർ പാസേജിന്റെ വർക്ക് കഴിഞ്ഞു. ഓരോ അണ്ടർ പാസേജും സത്യം പറയുകയാണെങ്കിൽ അപകടം ഒളിഞ്ഞിരിക്കുന്ന പ്രദേശമാണ്. കാരണം മൊത്തമൊന്നുമല്ല, സർവീസ് റോഡിൽ നിന്ന് മറ്റൊരു ഓപ്പോസിറ്റ് സൈഡുള്ള സർവീസ് റോഡിലേക്ക് കയറാനുള്ള ഒരു വഴിയാണ് അണ്ടർ പാസേജ്. ഈ അണ്ടർ പാസേജിലൂടെ കയറി കഴിഞ്ഞാൽ മറ്റേ സർവീസ് റോഡ്
റോഡിലൂടെ വാഹനങ്ങൾ കയറുന്നുണ്ടോ എന്ന് വരുന്നുണ്ടോ എന്ന് മനസ്സിലാക്കണമെങ്കിൽ പകുതി തല, നമ്മുടെ ഓട്ടോറിക്ഷക്കാരൊക്കെ പകുതി തല പുറത്ത് ഇട്ടിട്ട് വണ്ടി യൂ ടേൺ അടിക്കുന്നത് പോലെ പകുതി തല പുറത്തിട്ട് നോക്കിയാൽ മാത്രമേ വരുന്നുണ്ടോ എന്ന് കാണാൻ സാധിക്കൂ. ഇപ്പോൾ ഒരുപക്ഷെ സ്പീഡിൽ വരുന്ന വാഹനങ്ങളൊക്കെ തട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അണ്ടർ പാസേജിൽ അപകടം ഒളിഞ്ഞിരിക്കുന്നതാണ് എന്ന് പറയാനുള്ള പ്രധാന കാരണം അത് തന്നെയാണ്. പിന്നെ മറ്റൊരു പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ ഈ അണ്ടർ പാസേജ് ആവശ്യത്തിന് അനാവശ്യത്തിന് പുട്ടിന് തേങ്ങ ഇടുന്നത് പോലെ അണ്ടർ പാസേജ് കൊടുത്തു കഴിഞ്ഞാൽ സർവീസ് റോഡിൽ എപ്പോഴും ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാവും, അങ്ങേയറ്റം റഷ് ഉണ്ടാവും. അതും ഒരു കാരണമാണ് അപകടം ഒളിഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അവിടെ മിററോ മറ്റ് കാര്യങ്ങളോ ക്യാമറകളോ ഒന്നും വരില്ല എന്നതാണ് നമ്മളിപ്പോൾ ദേശീയപാതയിലെ എഞ്ചിനീയേഴ്സോട് ചോദിച്ചപ്പോൾ ഇപ്പോൾ മനസ്സിലായത്. അപ്പോൾ നിങ്ങൾ ആവശ്യത്തിന് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് സമരം ചെയ്യുന്നതാണ് അണ്ടർ പാസിന്, അപ്പോൾ അവിടെ ക്യാമറകൾ വരില്ല എന്നാണ് നമ്മളോട് പറഞ്ഞത്. അദാനിയുടെ നമ്മളൊരു ഒരാളൊരു സംസാരിച്ചപ്പോൾ ആ രീതിയിലാണ് മറുപടി പറഞ്ഞത്. അപ്പോൾ അണ്ടർ പാസേജ് ഇപ്പോൾ നമ്മൾ ഓയിൽ മില്ല് തൊട്ട് പയ്യോളി വരെ നോക്കുകയാണെങ്കിൽ 4 അണ്ടർ പാസേജുകളാണ്. നേരത്തെ ഉണ്ടായിരുന്ന DPRനകത്ത് 2 അണ്ടർ പാസേജാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ അയിനിക്കാടും ഇരിങ്ങലും ആളുകൾ സമരം ചെയ്തതിന് ശേഷം ലഭിച്ച അണ്ടർ പാസേജാണ്. ഇപ്പം നമ്മളിപ്പോൾ 24 മൈൽ ആ ഒരു ഭാഗമാണ് ഇപ്പോൾ കഴിഞ്ഞത്. ഇപ്പോൾ 24 മൈൽ കഴിഞ്ഞ് പയ്യോളി വരെയുള്ള പ്രദേശത്തുള്ള ദേശീയപാതയുടെ വർക്കാണ് ഇനി പ്രധാനമായിട്ടും നടക്കാനുള്ളത്. ഇപ്പോൾ സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഇറുമ്പ് വരി വെച്ച് പോകുന്നത് പോലെ വളരെ തിടുക്കത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഭാഗത്തൊക്കെ നേരത്തെ നല്ല മഴയത്തൊക്കെ നല്ല രീതിയിൽ വെള്ളം കയറിയ കാറുകളടക്കം മുങ്ങിപ്പോയ പ്രദേശമാണ്. ഇപ്പോൾ ഈ അപ്രോച്ച് റോഡിന്റെ ഭാഗത്ത് മണ്ണൊക്കെ അടിച്ചു ഉയർത്തി RE പാനലുകൾ ഉപയോഗിച്ച് മണ്ണൊക്കെ അടിച്ചു ഉയർത്തിയിട്ട് ഇനിയും കുറച്ച് മണ്ണടിക്കാനുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഫ്ലൈ ഓവറിന്റെ ഈ ഒരു ഭാഗത്ത് 3 വരിയുടെ ഫ്ലൈ ഓവറിന്റെ ഗേഡറുകൾ മാത്രമാണ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. അടുത്ത 3 വരിയുടെ ഗേഡറുകൾ ഇനിയും ഇൻസ്റ്റാൾ ചെയ്യാൻ ബാക്കിയുണ്ട്. ഓപ്പോസിറ്റ് സൈഡിൽ അപ്രോച്ച് റോഡിന്റെ മണ്ണ് കുറേ അടിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ പെരുമാളുപുര ആ ഭാഗത്തൊക്കെ വർക്ക് നടക്കാൻ ബാക്കിയുണ്ട്. അപ്പോൾ പയ്യോളി ദേശീയപാതയിലെ പേരാമ്പ്ര ഭാഗത്തേക്ക് പോകുന്ന ഒരു ഫ്ലൈ ഓവറാണ്. ഇവിടെ എത്രയും പെട്ടെന്ന് വർക്ക് കംപ്ലീറ്റ് ആക്കിയില്ലെങ്കിൽ വീണ്ടും കഴിഞ്ഞ തവണ ഇവിടെ സർവീസ് റോഡിൽ വെള്ളം മുങ്ങിയതുപോലെ വാഹനങ്ങൾ മുങ്ങിയതുപോലെ വെള്ളം മോട്ടോർ വെച്ച് വറ്റിച്ചതുപോലെ ഇനിയും ഒരുപക്ഷെ വറ്റിക്കേണ്ടി വരും. വാഗാടിനെ സംബന്ധിച്ചിടത്തോളം ഒന്നുകൂടി ഫാസ്റ്റ് ആക്കേണ്ടതുണ്ട്. ഇനിയും 3 മാസം ഉണ്ട് എന്ന് നമുക്ക് പറയാം. ഒരുപക്ഷെ 2 മാസത്തിനടുത്തൊക്കെ ഇനി അടുത്ത മഴയ്ക്കുള്ളൂ. അപ്പോൾ അതിന് മുന്നേ വാഗാട് വർക്ക് തീർക്കുന്നൊന്നും ഒരു സാധ്യതയില്ല. കാരണം വെച്ചാൽ ഇനിയും 3 പില്ലറിൻ്റെ മുകളിൽ ഗേഡർ ഇൻസ്റ്റാൾ ചെയ്യാണ്ട് ഷട്ടറിങ് വർക്ക് നടക്കാനുണ്ട്. ഇവിടെ മണ്ണിനി അടിച്ച് തീർക്കാനുണ്ട്, താർ ചെയ്യാനുള്ള വർക്കൊക്കെ ഒരുപാട് വർക്കുകളുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ പയ്യോളി ദേശീയപാത എന്നുള്ള കാഴ്ച. നമ്മൾ നന്ദിവരൊക്കെ വീഡിയോ ചെയ്യണമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും നന്ദിവര നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം ഡ്രോണിനകത്തുള്ള ക്യാമറ നമ്മൾ 2 ഷൂട്ട് എടുത്തതിന് ശേഷം വേറെ വടകരയിലുള്ള ഷൂട്ട് നമ്മൾ എടുത്തിന് അതിനുശേഷം ക്യാമറയിലെ ബാറ്ററി ഒക്കെ തീർന്നു. പിന്നെ 1-2 മണിക്കൂറൊക്കെ നമ്മൾ എവിടെയൊക്കെ നിർത്തിയിട്ട് ചാർജ് ചെയ്യേണ്ടി വരും. അത് പിന്നെ അതിനുള്ള വീഡിയോ അല്ലെങ്കിൽ പിന്നെ ഷോപ്പൊക്കെ കണ്ടെത്തണം. അപ്പോൾ നോമ്പാണ്, അതുകൊണ്ട് നമുക്ക് കൂടുതൽ എടുക്കാൻ പറ്റില്ല. നല്ല എഫേർട്ട് എടുത്തിട്ടാണ് സത്യത്തിൽ വീഡിയോ എടുത്തത്. അപ്പോൾ നമ്മൾ തിരിച്ച് വടകരയ്ക്ക് പോകണം. വടകരയ്ക്ക് നമ്മൾ പോകുമ്പോൾ വളരെ ദുർഗന്ധം വഹിക്കുന്ന നമ്മുടെ പാലിയാട്ട പ്രദേശത്ത് നിന്ന് 6 വരി ഓപ്പൺ ആയ ഒരു പ്രദേശത്ത് നിന്നുള്ള ഒരു ദുർഗന്ധം വഹിക്കുന്ന ഒരു കാഴ്ചയാണ്. കാരണം മറ്റൊന്നുമല്ല, നമ്മൾ മുന്നിൽ കാണുന്ന പച്ച മീൻവണ്ടി, അതിനകത്ത് അങ്ങേയറ്റം മത്സ്യത്തിന്റെ വെള്ളം ഇങ്ങനെ പുറത്തോട്ടേക്ക് വിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. കണ്ടോ, നിങ്ങൾ റോഡ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. സത്യത്തിൽ ഇതിനൊക്കെ നല്ല രീതിയിൽ അണ്ണാക്കിലടിക്കുന്ന ഫൈന് കൊടുക്കേണ്ടത്. കാരണം വെച്ചാൽ അങ്ങേയറ്റം നമുക്ക് ബൈക്കിൽ പോകുന്ന ആളുകൾക്കൊക്കെ മൂക്കിലേക്ക് അടിച്ച് കയറുന്നു, അതുമാത്രമല്ല മുഖത്തേക്കൊക്കെ അടിച്ച് ചെയ്യുന്ന വൃത്തികെട്ട സമീപനം. ഒരു സംസ്കാരമില്ലാത്ത അവന്റെ വണ്ടിയിൽ വെള്ളം റോഡിലൂടെ ഇറക്കി വിട്ടുകൊണ്ട് ഒരു വാഹനത്തിന് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ബൈക്കുകാർക്കൊക്കെ അപകടം ഉണ്ടാവും. കാരണം വെച്ചാൽ ഇത് മുഖത്തടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ തലതിരിക്കും, അതേപോലെ പ്രശ്നങ്ങളുണ്ടാവും. പിന്നെ അതേപോലെ സ്മെല്ല് സഹിക്കാൻ പറ്റാതെ തലയോട്ടിലേക്ക് അടിച്ചു കയറുന്ന രീതിയിലെ സ്മെല്ലാണ്. സത്യത്തിൽ ഇതൊരു തോന്നിവാസമാണ് എന്ന് പറയാതെ നിർവാഹമില്ല. നല്ല രീതിയിൽ ഫൈന് കൊടുക്കേണ്ട കേസുകളാണ്. മീൻ വണ്ടികളൊക്കെ പോകുമ്പോൾ അതിനകത്ത് കൃത്യമായിട്ട് വെള്ളം ഒഴുകാനും വെള്ളം കീപ്പ് ചെയ്യാനുള്ള ഒരു ടാങ്കും മറ്റു കാര്യങ്ങളൊക്കെ സംവിധാനമൊക്കെ ഉണ്ടെന്നാണ് മനസ്സിലാക്കിയത്. അർത്ഥത്തിൽ ഇല്ലെങ്കിൽ ആ ഒരു സംവിധാനം കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ദേശീയപാതയിൽ കണ്ടാൽ നമ്മളോട് പറഞ്ഞു മറ്റൊന്നുമല്ല. അപ്പോൾ ഈ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത നമ്മൾ തിക്കോടി നന്ദി ദേശീയപാതയിലെ വീഡിയോ മറ്റൊരു പാർട്ടായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഇപ്പോൾ നമ്മൾ നന്ദി വരെ ചെയ്യാതിരുന്നതിൽ ക്ഷമ